ഹായ് ഗെയ്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ 2025 വരാനായിട്ട് ഇനി 2-3 മാസം കൂടെ ഉള്ളൂ. ഈ 2-3 മാസത്തിനിടയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. അതായത് എനിക്കാണെങ്കിൽ 66 കിലോ ഇപ്പോൾ ആയിട്ടുണ്ട്. ഓണത്തിനൊക്കെ നല്ലതായിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. 63 കിലോ ആക്കി വെച്ചിരുന്നതായിരുന്നു. ഇപ്പം 66 കിലോ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾ എന്നോടൊപ്പം കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാം. അതല്ല, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ ഈ ഒരു വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളൊരു ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പഴയതുപോലെ ഫുഡ് അടിച്ചു തുടങ്ങും. അതുകൊണ്ട് ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എനിക്ക് പനിയാണ്, കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ്. എനിക്ക് ഹാപ്പിക്കുട്ടന് പനിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയായി. സൗണ്ടൊക്കെ കറക്റ്റ് ആയിട്ടില്ല. അതായത് ഒരു 90 ദിവസം കൊണ്ടൊക്കെ എനിക്ക് മാക്സിമം വെയിറ്റ് കുറയ്ക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരു 10-15 കിലോ കുറയ്ക്കണം. 66 കിലോ ആയിട്ടുണ്ട്. ഞാൻ 63 കിലോ ഓണത്തിന് മുന്നേ ആക്കി വെച്ചിരുന്നതാണ്. ഇപ്പം ഞാൻ വീണ്ടും വെയിറ്റ് കൂടി, കഴുത്തൊക്കെ ഡബിൾ ചിന്നൊക്കെ നന്നായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞ് വെയിറ്റ് കൂടി, വണ്ണം തോന്നിക്കുന്നു, കൂടുതൽ ഓവറായിട്ട് വെയിറ്റ് തോന്നിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഈ ഡിസംബർ ആകുമ്പോഴത്തേനും നമ്മൾ വണ്ണം കുറച്ചിരിക്കും. വെയിറ്റും വണ്ണവും ഒക്കെ കുറച്ചിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊരു മോട്ടിവേഷനായിട്ട്, അതായത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ കറന്റ് വെയിറ്റ് കാണിച്ചിട്ട് പിന്നെ ഞാൻ ഡിസംബർ അവസാനം ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ 2025 ജനുവരി 1 ആകുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് എത്ര കിലോ കുറഞ്ഞു എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പം വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് ആ ഒരു മോട്ടിവേഷൻ, അതായത് അന്ന് എനിക്ക് വീഡിയോ ഇടണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് കുറയ്ക്കത്തില്ല. കാരണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇത്രയും ദിവസവും പോക്കിക്കൊണ്ടിരുന്നത്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആരംഭിച്ചപ്പോഴാണ് 55 കിലോയിൽ നിന്നും ഗെയിൻ ചെയ്ത് ഡെലിവറി ആയപ്പോഴത്തേക്ക് 80 കിലോയിലേക്ക് എത്തി. അപ്പിക്കുട്ടൻ 1.5 മാസമൊക്കെ ആയപ്പോഴത്തേനും 72 കിലോ ആയി. പിന്നെ അവിടെ നിന്ന് ഉള്ളൊരു യാത്രയിലാണ് 63 കിലോ വരെ എത്തിച്ചത്. 63 കിലോയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ എനിക്കങ്ങ് മടിയായി. പിന്നെ ഞാൻ അപ്പിക്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേനും വെയിറ്റ് കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ബർത്ത്ഡേ അങ്ങ് എത്തി. കുറയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം, അതായത് 2024 ഞാൻ എന്തായാലും വെയിറ്റ് കുറച്ചിരിക്കും. അതിനൊരു ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ 2025 ഫസ്റ്റിൽ ഞാൻ എൻ്റെ എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് നോക്കും. അന്നേ ഞാൻ നോക്കത്തുള്ളൂ. അന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. 66 കിലോ ആയി. ഞാനിപ്പോൾ നോക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിലേക്ക് കൊടുത്തിരിക്കാം. അപ്പം ഞാൻ 66 കിലോ ആയിട്ടുണ്ട്. ഇപ്പോൾ 66 കിലോ. ഞാൻ ഓണത്തിന് മുന്നേ കുറയ്ക്കാൻ നോക്കിയതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓണത്തിന് പായസം കൂട്ടി ആഹാരം കഴിക്കുമല്ലോ, എന്നിട്ട് എന്തായാലും നല്ലതായിട്ട് ആഹാരം കഴിക്കും. അപ്പം നല്ലതായിട്ട് ആഹാരം കഴിച്ച് കഴിയുമ്പോഴത്തേനും വെയിറ്റ് കൂടുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഓണം കഴിയട്ടെ എന്ന് മാറ്റി വെച്ചിരുന്നു. ഓണം കഴിഞ്ഞ് ഇപ്പം ഒക്ടോബർ ആയിട്ടുണ്ട്. ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഈ ഒരു 3 മാസത്തെ ജേർണിയിൽ 1 മാസത്തിൽ ഫസ്റ്റ് മന്തിൽ ഞാൻ എക്സസൈസും ചെയ്യുന്നില്ല, ഡയറ്റും ചെയ്യുന്നില്ല. നമ്മുടെ ഫുഡിന്റെ കലോറി ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നോക്കുവാണ് എങ്ങനെയാണ് അടുത്ത മാസം. 2 മാസം ഉണ്ടല്ലോ പിന്നീട്. ഈ 2 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എക്സസൈസും ഡയറ്റൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു ഫസ്റ്റ് മന്തിൽ കലോറി കുറച്ച് ഫുഡ് കഴിച്ച് പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടെ ചെയ്യുമ്പം വെയിറ്റ് കുറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. അതല്ല, എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വരുന്ന 2 മാസം കൊണ്ട് എക്സസൈസും കൂടെ ചെയ്ത് നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്ന സന്ധ്യ സമയത്താണ്. ചിലപ്പം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകും. പിന്നെ എന്താ പറയാ, ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ ഞാനിപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, പനിയാണ്. അപ്പം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് ഗോതമ്പ്, ഞാൻ റൈസ് ഒഴിവാക്കുകയാണ്. ഗോതമ്പുണ്ട്, എൻ്റെ കയ്യിൽ ഓട്സ് ഉണ്ട്. അതുപോലെ ഞാൻ ഇന്നലെ
വിറ്റാമിൻ സി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ലോസ് ആണല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ഹെയർ ഫോൾസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ, ഓറഞ്ച് പുറത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്, അല്ലാതെ ഡയറ്റിന് വേണ്ടി വാങ്ങിച്ചതല്ല. വീട്ടിൽ കപ്പയ്ക്ക് നിൽപ്പുണ്ട്, അതായത് പപ്പായ നിൽപ്പുണ്ട്. അതിന് നോക്കട്ടെ, പഴുത്തതുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടല്ലോ, അതെന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഹാപ്പിക്കുട്ടൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ പറയാ, പിന്നെ വെള്ളം ഞാൻ 2.5-3 ലിറ്ററോളം വെള്ളം കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്ന് ഫസ്റ്റ് ഡേയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 9:15 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രസ്റ്റിൽ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായ നമുക്ക് മസ്റ്റാണ്, അത് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. പ്രഗ്നൻസി ടൈമിൽ ഞാനത് നിർത്തിയതായിരുന്നു, പിന്നെ വീണ്ടും അത് തുടങ്ങി. അപ്പം ഒരു ഗ്ലാസ് ചായയും 3 ഗോതമ്പ് ദോശയും വീട്ടിലെ കറികളും കൂട്ടിയാണ് കഴിച്ചത്. ഉച്ചയ്ക്കും ഞാൻ ഒരു റാഗി ദോശ കഴിച്ചു, പിന്നെ തോരനും പിന്നെ ചമ്മന്തിയും. പിന്നെ വൈകുന്നേരം ഞാൻ കപ്പ പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. എൻ്റെ ഇന്നത്തെ ഫുഡ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ ഫാസ്റ്റിങ്ങിലാണ്. നമുക്ക് 8 മണിക്കൂർ ഫുഡും 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും എന്ന രീതിയിലുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഫീഡിങ് മോം ആയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വിശക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. അതല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.